കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു ചെറിയൊരു ഉണ്ണിക്കണ്ണനാ നിൽക്കണ ശ്രീലകത്ത് കേട്ടോ. ആ കുഞ്ഞിക്കാലുമേൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. അധികം തടിയൊന്നുമില്ല, മിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുകം. ചെറിയൊരു കുഞ്ഞികൃഷ്ണൻ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുമിടുക്കനായിട്ട് ചെറിയൊരു ഉണ്ണികൃഷ്ണൻ. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു താമരപ്പൂ, ആ സഹസ്രദള പത്മൻ്റെ അതാണ് വലത്തെ കയ്യിൽ. ഇടത്തെ കയ്യിൽ ഒരു ഓടക്കോഴലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ താമരപ്പൂവും ഓടക്കോഴലും പിടിച്ച് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ ആ ശ്രീലകത്ത് കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. കണ്ടാൽ തന്നെ നല്ല കൗതുകവും മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. ചെറിയൊരു ഉണ്ണിക്കണ്ണനാണെന്ന്. അത് അത്ര രസമായിട്ട് ആ താമരപ്പൂവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ ആ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് ഉള്ള 2 തിരുമുടി മാലകൾ. അതിൻ്റെ മുകളിൽ താമര മാത്രമായിട്ട് തിരുമുടി മാല. അങ്ങനെ 3 തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല. തെച്ചി, തുളസി, വെളുത്തപ്പൂ ഒരേപോലെ അങ്ങനെ കട്ടി 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 കട്ടിയായിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഉണ്ടമാല അത് കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരുണ്ണി ഈ 3 തിരുമുടിമാലകളുടെയും മുണ്ടമാലയുടെയും നടുവിലായിട്ട് ഇങ്ങനെ താമരപ്പൂവും ഉടക്കോഴും പിടിച്ച് നല്ല സന്തോഷമായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പെണ്ണുണ്ണി കാണാൻ നല്ല കൗതുകമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണി. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 5-6 ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. എല്ലാ ഉണ്ടമാലകളും തെച്ചിയും തുളസിയായിട്ടുള്ള വനമാലകൾ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് അതും നല്ല രസമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ താമരപ്പൂവും മുടക്കൊഴലും പിടിച്ചുകൊണ്ട് ആ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കണം കേട്ടോ. ഈ തിലകങ്ങളൊക്കെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് തിലകങ്ങൾ തിളങ്ങണ കാണാൻ. പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി അതുപോലെ നല്ല ഭംഗിയുണ്ട്. നാരായണ അനുഗ്രഹിക്കണേ. ക്രോധാദിയാമന്ത്യജർ വന്നു തീണ്ടി മച്ചിത്തമാം ക്ഷേത്രമശുദ്ധമായി വേഗം തളിച്ചിടുക ഭക്തി കൊണ്ടു പുണ്യാഹമഞ്ചീന്ദ്രിയമാകുമഞ്ചാൾ ലോകേശ്വരാം ബ്രഹ്മശിവാദികൾക്കും ശ്രീകൃഷ്ണ നിൻ പത്മപദങ്ങൾ വേണം. നിസ്സാരനാകുമെന്നൊരെനിക്കു മാത്രം തൃക്കാല് വേണ്ടാത്തതിനെന്തു ഹേതു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടക്കൊഴലും താമരപ്പൂവും. വലിയ താമരപ്പൂ, അങ്ങനെ ചെറിയ വലിയ താമരപ്പൂ നിറയെ ദളങ്ങളായുള്ള ചെറിയ താമര തന്നെയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. നല്ല സഹസ്ര ദളങ്ങളുള്ള ആ താമരപ്പൂവും പിടിച്ചിട്ടുണ്ട് ആ ഉണ്ണി നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകം. ആ സച്ചിദാനന്ദ കട്ടി വെച്ച പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു മിടുമിടുക്കനായിട്ട് ഒരു തങ്കക്കൊടായിട്ടാണ് നിൽക്കുന്നത് ശ്രീലകത്ത്. അത്ര കൗതുകമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിലങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി ഹരേ കൈവടിയരുതേ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണന് സന്തോഷമാണ് നമ്മൾ ഉറക്ക നാമം ജപിച്ചാൽ. ജപിക്കലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.